ശബരിമല കട്ടിളപ്പാളി കേസിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ റിമാൻഡ് റിപ്പോർട്ട് പുറത്തുവന്നു. സ്വർണ്ണപ്പാളികൾ ചെന്നൈയിലെത്തിച്ച് സ്വർണം വേർതിരിച്ചതായി റിപ്പോർട്ടിലുണ്ട്. അതേസമയം സ്വർണ്ണക്കൊള്ളയിൽ SIT അന്വേഷണം ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്തേക്കും നീങ്ങുകയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N. വാസുവിനെ ഇന്ന് SIT ചോദ്യം ചെയ്തു. മുരാരി ബാബു നൽകിയ ജാമ്യാപേക്ഷ ഈ മാസം 6-ാം തീയതി കോടതിക്ക് പരിഗണിക്കുമെന്നറിയുന്നു. മുൻകൂർ ജാമ്യം തേടി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S. ജയശ്രീ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിക്കളഞ്ഞു. കട്ടിളപ്പാളി കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കായി റാന്നി കോടതിയിൽ SIT നൽകിയ റിമാൻഡ് റിപ്പോർട്ടാണ് പുറത്തുവന്നത്. കട്ടിളപ്പാളികളിൽ സ്വർണം പൊതിഞ്ഞിരുന്നതായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അറിയാമായിരുന്നുവെന്നും പാളികൾ ചെന്നൈയിലെത്തിച്ച് സ്വർണം വേർതിരിച്ചുവെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. പോറ്റിക്കെതിരെ തെളിവ് ലഭിച്ചതായി പ്രത്യേക അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചു. സാക്ഷി മൊഴികളും ലഭിച്ചു. പോറ്റി മറ്റു പ്രതികളുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്നും വ്യക്തമായി. SIT അപേക്ഷ പരിഗണിച്ച് പ്രതിയെ 7 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു. അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി. പൂർണ്ണമായിട്ടും സഹകരിക്കും. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് N. വാസുവിന്റെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തി. ശ്രീകോവിലിന്റെ ജോലികൾ പൂർത്തിയാക്കിയ ശേഷമുള്ള സ്വർണം നിർധന പെൺകുട്ടിയുടെ വിവാഹം നടത്താൻ ഉപയോഗിക്കാൻ ആവശ്യപ്പെട്ടുള്ള പോറ്റിയുടെ ഇമെയിൽ സംബന്ധിച്ചാണ് SIT വിവരങ്ങൾ തേടിയത്. അനുമതിയല്ല, ഉപദേശം തേടിയാണ് ഇമെയിൽ വന്നത്. സന്നിധാനത്തെ സ്വർണമാണിതെന്ന് ഇമെയിൽ കിട്ടുമ്പോൾ എങ്ങനെ കരുതുമെന്നും N. വാസു മൊഴി നൽകി. അന്വേഷണം ശരിയായ രീതിയിലെന്നും ഇനി എല്ലാ കാര്യത്തിലും വിജിലൻസ് SP-യുടെ മേൽനോട്ടമുണ്ടാകുമെന്നും ദേവസ്വം പ്രസിഡന്റ് PS. പ്രശാന്ത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് SP-യുടെ കൃത്യമായ നിരീക്ഷണവും പരിശോധനയും അവിടെ നിയമിക്കുന്ന മേൽശാന്തിമാരുടെ കീഴ്ശാന്തിമാരുടെ കാര്യത്തിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവരുടെ സകല ബാക്ക്ഗ്രൗണ്ടുകളും പരിശോധിച്ച് മാത്രമേ ഇനി മുതൽ അവിടെ തന്ത്രിമാരുടെ ആയാലും ശരി തന്നെ മേൽശാന്തിമാരുടെ ആയാലും ശരി തന്നെ അവരുടെ കീഴ്ശാന്തിമാരെ നിയമിക്കുന്നതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ വിജിലൻസിന്റെ ശക്തമായ നിരീക്ഷണവും പരിശോധനയും ഉണ്ടായി മാത്രമേ ചെയ്യുകയുള്ളൂ. അതിനിടെ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S. ജയശ്രീ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. സെഷൻസ് കോടതിയെ സമീപിക്കാൻ ഹർജിക്കാരിക്ക് നിർദ്ദേശം നൽകി. അസാധാരണ സാഹചര്യത്തിൽ മാത്രമേ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കൂ എന്നും കോടതി അറിയിച്ചു. കേസിൽ റിമാൻഡിലായ മുരാരി ബാബുവിന്റെ ജാമ്യാപേക്ഷ കോടതി വ്യാഴാഴ്ച പരിഗണിക്കും. ആസൂത്രണത്തിൽ ഉൾപ്പെട്ട കൂടുതൽ ഉന്നതരെ അടുത്ത ദിവസം SIT ചോദ്യം ചെയ്യുമെന്നാണ് വിവരം. 24 തിരുവനന്തപുരം, പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.